ഹായ്, വെൽക്കം ടു മൈൻഡ്ഫുൾ കുക്കിംഗ് അറ്റ് ഗീതാസ് കിച്ചൺ. ഇന്ന് നമുക്ക് കാളൻ എന്നും ഒരു ഇഞ്ചിത്തൈരും ഉണ്ടാക്കി നോക്കാം. അതിന് ഞാൻ എടുത്തിരിക്കുന്ന 2 കായയാണ്. സാധാരണ ചേനയാണ് നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ ഞാൻ കായയാണ് എടുത്തത്. ചേന ഫ്രഷായിട്ട് ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2 കായ എടുത്തിട്ട് അതിൻ്റെ തോല് കളഞ്ഞു. പച്ചക്കായയാണ്. അപ്പോൾ അതിൻ്റെ തോല് കളഞ്ഞിട്ട് അതിനെ നല്ല ക്യൂബായിട്ട് മുറിക്കണം. ആ കായത്തോല് കൊണ്ട് നല്ല മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ നല്ലതാണ്. അതുകൊണ്ട് കായത്തോല് ഞാൻ സേവ് ചെയ്തു. അത് മൺപയറിട്ടിട്ട് തോരൻ ഉണ്ടാക്കാൻ നല്ലതാണ്. എന്നിട്ട് ആ കായം ക്യൂബായിട്ടാണ് മുറിച്ചത്. എന്നിട്ട് അത് മഞ്ഞൾ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചു. എന്നാൽ അതിൻ്റെ കറ പോവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കായ്ക്കൊരു കറ ഉണ്ടാവും. ആ കറ പോവാൻ വേണ്ടിയിട്ടാണ് അത് മഞ്ഞൾ വെള്ളത്തിൽ ഇടുന്നത്. എന്നിട്ട് അതിനെ കഴുകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മഞ്ഞൾ വെള്ളം തന്നെ ഒന്നൊന്ന് നന്നായിട്ട് പിരിഞ്ഞു വരും. അതിൽ കാണാം നിങ്ങൾക്ക് അതിൻ്റെ പശ. അത് കഴിഞ്ഞിട്ട് അതിനെ ഞാൻ ഒരു കുക്കറിൻ്റെ സെപ്പറേറ്ററിൽ ഇട്ടിട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു. ഒരു 3-4 വിസിലടിച്ചപ്പോഴേക്കും കായ വെന്തിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ ആവി പോയി കഴിഞ്ഞിട്ട് അതിനെ ഞാനൊരു കൽച്ചട്ടിയിലേക്ക് മാറ്റിയിട്ട് അതിൽ ബാക്കിയുള്ള വെള്ളമൊക്കെ വറ്റാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുത്തു. എന്നിട്ട് ഒരു 3 കപ്പ് തൈര് ചേർത്തു. തൈരിനൊരു മീഡിയം പുളി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 3 കപ്പ് എടുത്തത്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ നിങ്ങൾക്ക് 2 കപ്പ് എടുക്കും ചെയ്യാം. അപ്പം തൈര് ഒഴിച്ച് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കണം, കൈവിടാതെ ഇളക്കണം. കുറച്ച് ഇളക്കി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാം തൈരൊക്കെ ഇങ്ങനെ ഞാൻ തീരെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആ തൈര് തന്നെയാണത്. അതൊന്ന് നന്നായിട്ട് വെള്ളമായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അത് തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് നല്ല കൈവിടാതെ ഇളക്കണം. അപ്പോഴേക്കും കുറച്ച് നാളികേരം അരയ്ക്കണം. നാളികേരവും കുറച്ച് പച്ചമുളകും ജീരകവും കൂടിയിട്ട് ഞാൻ ഏകദേശം ഒരു 1.5-2 കപ്പ് നാളികേരമാണ് എടുത്തത്. ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ജീരകം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. എന്നിട്ട് ചുടുവെള്ളം ഒഴിച്ചിട്ടാണ് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ച് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ കാളൻ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ആ തൈരിലുള്ള വെള്ളവും കൂടി വറ്റിയിട്ട് ഒന്ന് നന്നായിട്ട് കുറുകി വരണം. നന്നായിട്ട് കുറുകി വന്നു കഴിഞ്ഞ് എന്നിട്ട് നിങ്ങൾക്ക് ആ അരച്ചിട്ടുള്ള മിക്സ് നാളികേരവും ജീരകവും പച്ചമുളകും കൂടി അരച്ചത് അതിൽ ചേർക്കാം. അതിൽ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് അതിലുള്ള വെള്ളവും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കണം. കാരണം അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോവും. അപ്പം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഉലുവപ്പൊടി ഇടണം. ഉലുവപ്പൊടി ഞാൻ വെറുതെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിക്കുക ചെയ്തത്. എണ്ണയൊന്നും ഇല്ലാതെ ഒന്ന് പാനിലിട്ട് ചൂടാക്കി എടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ചേർത്തത്. പിന്നെ നമ്മൾ സാധാരണ എല്ലാറ്റിനും വറവിടുന്ന മാതിരി വെളിച്ചെണ്ണയിൽ കടുകും മുളകും പിന്നെ കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. ആ വറവിൽ കടുകും മുളകും കരിവേപ്പിലയും കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് വറവിടണം. പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാം. അങ്ങനെ നന്നായിട്ട് വറവിട്ട് കഴിഞ്ഞിട്ട് ഈ കാളൻ നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കുറുകി നല്ല ആ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഒന്ന് നന്നായിട്ട് തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് കുറുകി വരും. ഒന്നും കൂടി വേണമെങ്കിൽ കുറുക്കി എടുക്കാം. ഞാൻ അത്ര കുറുക്കിയിട്ടില്ല. ഈ കുറുക്ക് കാളൻ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത്. പക്ഷെ പൊതുവേ നാട്ടിലൊക്കെ എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ നാളികേരം ചേർക്കാതെ ഇതിങ്ങനെ കുറുക്കി വെക്കും. കുറുക്കിയിട്ട് അന്ന് റെഫ്രിജറേറ്ററൊന്നുമില്ല, തണുത്ത ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് എടുത്തിട്ട് പിന്നെ നാളികേരം ചേർക്കാം. അപ്പം ഇന്നിപ്പോൾ ഞാനിത് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പം നന്നായിട്ട് ഒരുവിധം കുറുകിയിട്ടുണ്ട്. സദ്യയുടെ കുറുക്ക് കാളനൊന്നും ആയിട്ടില്ല. ഒന്നും കൂടി വേണമെങ്കിൽ കുറുക്കാം. ഒന്നും കൂടി കുറുക്കി ആ വെള്ളം ഒന്നും കൂടി വറ്റിച്ച് കഴിഞ്ഞാൽ ശരിക്കും നന്നായിട്ട് നല്ല
കട്ടിയിലിരിക്കും കുറുക്ക് കാളൻ. ഇനി നമുക്കൊരു ഇഞ്ചിത്തൈര് ഉണ്ടാക്കി നോക്കാം. അത് സദ്യയുടെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ്. അത് സാധാരണ നമ്മൾ പിറന്നാളിനൊക്കെ 101 കറികൾക്ക് സമാണ് ഒരു ഇഞ്ചിത്തൈര് എന്നാണ് പറയുക. 101 ആണോ 1001 ആണോ എനിക്കിപ്പോൾ ഓർമ്മയില്ല, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. പിന്നെ അതിന് ഞാൻ 1 കപ്പ് തൈരാണ് എടുത്തത്. പിന്നെ ഒരു 5-6 പച്ചമുളക് അരിഞ്ഞിട്ട് ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂൺ പച്ചമുളക് അരിഞ്ഞത് നന്നായിട്ട് ചതച്ചെടുത്തു. പിന്നെ ഒരു 1.5-2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും നന്നായിട്ട് ചതച്ചെടുത്തു. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും എടുത്തു. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ഇഞ്ചിത്തൈര് റെഡിയാണ്. ഇത് ഉപ്പിലിട്ടതിൻ്റെ കൂടെ പുളിയിഞ്ചിയും നാരങ്ങയും ഒക്കെ അതിൻ്റെ കൂടെ സദ്യക്ക് വിളമ്പണതാണ് ഇഞ്ചിത്തൈര്. ഇത് നല്ല ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുന്നുള്ള വിശ്വാസത്തോടു കൂടി ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.